ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. الصدقة رد البلايا أو كما قال رسول الله صلى الله عليه وسلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന ആദരവ് നിറഞ്ഞ സയ്യിദ് അവറുകൾ, പണ്ഡിതന്മാർ, കാരണവന്മാർ, ഉപ്പമാർ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, സ്നേഹം നിറഞ്ഞ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ ഒത്തുകൂടലും പിരിയലും അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട സാലിഹായ ഒരമലായി അല്ലാഹു ജല്ല ജലാലുഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈമാൻ വർദ്ധിക്കുവാനും തഖ്വ വർദ്ധിക്കുവാനും കാരണമായ മജ്ലിസായി യജമാനനായ റബ്ബ് തആല നമ്മുടെ ഈ മജ്ലിസിനെ ആക്കി തരട്ടെ. ബഹുമാന മുഅ്മിനീങ്ങൾ, കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ബറക്കത്ത് കൊണ്ട് എല്ലാം വളരെ റാഹത്താണ് പൂർത്തിയാക്കി തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുണ്യ റമദാനിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ആകുമ്പോൾ മാസം 28, ശനിയാഴ്ച 29 റമദാൻ മാസപ്പിറവി കാണുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച പുണ്യ റമദാനിന്റെ 1-ാമത്തെ ദിവസം, ശനിയാഴ്ച അസ്തമിക്കലോടുകൂടെ മാസം കാണുകയാണെങ്കിൽ ആ റമദാൻ ശരീഫിലേക്ക് നമ്മൾ പ്രവേശിക്കലായി. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പുണ്യ റമദാൻ, ആ റമദാനിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മഹല്ലത്തിലുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഹഖായ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുവാനും മറ്റു ഫർളായ അഅ്മാലുകൾ വീട്ടാനും സുന്നത്തുകൾ വർദ്ധിപ്പിക്കുവാനും ഒരൊറ്റ രാത്രിയും തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കുവാനും പരിശുദ്ധ ഖുർആൻ പല തവണ ഖത്മ് തീർക്കാനും അങ്ങനെ ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് യജമാനനായ റബ്ബ് തആല അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും പറയപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പുണ്യ റമദാൻ, ആ റമദാനിനെ നമ്മൾ യജമാനനായ റബ്ബിനോട് 2 മാസം ആയി ചോദിക്കല് തുടങ്ങിയിട്ട് പുണ്യ റജബ്, ആ റജബിന്റെ തുടക്കം മുതൽക്ക് തന്നെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ,
അല്ലാഹുവേ ഈ റജബിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം, ശഅബാനിൽ ബർക്കത്ത് ചെയ്യണം, ആ പുണ്യ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാഹ് എന്ന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ റജബിന്റെ ആദ്യം മുതൽക്ക് തന്നെ ദുആ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പൊ പുണ്യ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ റജബ് മുതൽക്ക് തന്നെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. തുടങ്ങി അതുപോലെ അവിടുന്ന് പ്രാർത്ഥിച്ച് കാണിച്ചു തന്ന ആ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കുന്നു. അല്ലാഹു എല്ലാ പ്രാർത്ഥനകളും നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പുണ്യ റമദാൻ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഫരിഅ ബിദുഖൂലി റമദാന ഫഖദ് ഹറമല്ലാഹു ജസദഹു അലന്നാർ ഔ കമാ ഖാല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പുണ്യ റമദാൻ ആഗതമാകുന്നതിന്റെ മുമ്പ് റമദാന് വരുന്നുണ്ടല്ലോ, വലിയ പുണ്യമായ മാസമാണല്ലോ. ഒരു സുന്നത്തായ അമല് ചെയ്യുമ്പോൾ ഇതര മാസങ്ങളിൽ ഫർദ് എടുക്കുന്ന കൂലി, ഒരു ഫർദ് വീട്ടുമ്പോൾ ഇതര മാസങ്ങളിൽ 70 ഫർദ് എടുക്കുന്ന കൂലി, അങ്ങനെ ഓരോ സൽക്രമങ്ങൾക്കും ധാരാളം ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന വലിയൊരു അവസരമാണല്ലോ പുണ്യ റമദാൻ. ആ റമദാന് വരുന്നുണ്ടല്ലോ എന്ന നിലക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഖൽബിലങ്ങ് സന്തോഷം പ്രകടിപ്പിച്ചാൽ ഫഖദ് ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കുന്നതാണ്. റമദാൻ വരുന്നതിന്റെ മുമ്പ് റമദാന് വരുന്നുണ്ടല്ലോ എന്ന നിലക്ക് സന്തോഷം പ്രകടിപ്പിച്ചാൽ അല്ലാഹു അവന്റെ ശരീരത്തെ നരകത്തിന്റെ മേൽ ഹറാമാക്കുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എത്ര വലിയ മഹത്വമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമദാന ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. എന്റെ ഉമ്മത്തെങ്ങാനും പുണ്യ റമദാനിൽ എന്റെ ഉമ്മത്തുകൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു നൽകാൻ തീരുമാനിച്ച മഹത്വങ്ങൾ എന്റെ ഉമ്മത്തുകൾ അങ്ങ് അറിയുകയാണെങ്കിൽ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. ഒരു കൊല്ലത്തിലുള്ള 360 ദിവസവും പുണ്യ റമദാനിന്റെ രാപ്പകലുകളായെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് എന്റെ ഉമ്മത്തുകൾ കൊതിക്കുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, അപ്പൊ അത്ര വലിയ മഹത്വമുള്ള ഒരു മാസമാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാസത്തിലേക്ക്, ആ മാസം നമ്മളിലേക്ക് വരുമ്പോ അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു പ്രവർത്തനമാണ്. ഓരോ നാട്ടിലും ഇങ്ങനത്തെ ഒരു മജ്‌ലിസ് ഉണ്ടാകുക അതൊരു ഫർദ് കിഫയ. പുണ്യ റമദാൻ വരുമ്പോ ആ റമദാനിനെ സംബന്ധിച്ചും ആ റമദാനിനെ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു ഓർമ്മയെ പുതുക്കുക എന്നുള്ളത് അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മജ്‌ലിസ് പുണ്യ റമദാൻ വരുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരുക്കുക എന്നുള്ളത് അത് ഓരോ മഹല്ലിലുമുള്ള ഫർദ് കിഫയാണ്. ആരെങ്കിലും അങ്ങ് ആ സദസ്സങ്ങ് ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാവരും കുറ്റൊഴിവായി, ആരും വെച്ചില്ലെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാകുകയും ചെയ്യും. അല്ലാഹു നമ്മൾ ഇന്ന് ഖബൂലാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകൾ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പുള്ള ദിവസം മഹത്തുക്കളായ സഹാബത്തുൽ കിറാം
റളിയല്ലാഹു തആല അൻഹും അവരെല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് പരിശുദ്ധ റമദാനിലേക്കുള്ള മുന്നൊരുക്കം നടത്തുകയാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുക്കളായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അവരോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് അളല്ലകും ശഅറുൻ അളീം ശഅറുൻ മുബാറക് ഫീ ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഅർ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളിലേക്ക് ഇതാ വലിയ ബറക്കത്തുള്ള വലിയ മഹത്തായ ഒരു മാസം ഇതാ മുന്നിട്ട് വന്നിരിക്കുന്നു, അടുത്ത് വന്നിരിക്കുന്നു. വലിയ ബറക്കത്തുള്ള മാസമാണ്. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഅർ. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് 1000 മാസത്തേക്കാൾ ഉത്തമമുള്ള വലിയ മഹത്തായ ഒരു രാത്രിയുള്ള മഹത്തായ മാസമിതാ നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുണ്യ റമദാനിന്റെ മഹത്വങ്ങൾ ധാരാളം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ പുണ്യ റമദാനിൽ ഒരു സുന്നത്തായ അമല് നിങ്ങൾ വീട്ടിയാൽ മറ്റുള്ള മാസങ്ങളിൽ ഫർദ് എടുക്കുന്ന കൂലി അല്ലാഹു തരുകയാണ്. ആ മാസത്തിൽ ഫർദ് വീട്ടിയാൽ ഇതര മാസങ്ങളിൽ 70 ഫർദ് എടുത്ത കൂലി അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങൾക്ക് നൽകുന്നു എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു. ആ മാസം എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ധാരാളം മഹത്വങ്ങൾ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ഫത്തറ ഫീ സായിമൻ കാന ലഹു മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖ റഖബതി മിനൻ നാർ. ആ മാസം നിങ്ങളിലേക്ക് അടുത്ത് വരുന്ന മാസം, ആ മാസത്തിൽ നിങ്ങൾ ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിക്കുക എന്ന പ്രവർത്തനം നിങ്ങളുടെ പാപത്തെ പൊറുപ്പിക്കുന്ന പ്രവർത്തനമാണ്. അതുപോലെ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രവർത്തനമാണ്. വകാന ലഹു മിസ്ലു അജ്രി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രി ശൈഅ. നോമ്പനുഷ്ഠിച്ച ആട് നോമ്പിൽ നിന്ന് അവന്റെ കൂലിയിൽ നിന്ന് അവനക്ക് യാതൊന്നും കുറയാതെ നോമ്പുകാരനിക്ക് അല്ലാഹു നൽകുന്ന കൂലി നോമ്പ് തുറപ്പിക്കാൻ വിളിച്ച ആൾക്ക്, നോമ്പ് തുറപ്പിക്കുന്ന ആൾക്ക് അല്ലാഹു നൽകുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വമൻ അസ്ബഹ സ്വായിമൻ സഖാഹു അല്ലാഹു മിൻ ഹൗദിഹി ശുർബതൻ ലാ യദ്മഉ ബഅദഹാ അബദാ. നോമ്പ് തുറക്കുന്നതായ ആൾക്ക്, നോമ്പുള്ള ആൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അവനക്ക് ആവശ്യമായ ഭക്ഷണം അങ്ങ് നൽകിയാൽ സഖാഹു അല്ലാഹു മിൻ ഹൗദിഹി, യജമാനനായ റബ്ബ് തആല എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവന് കുടിപ്പിക്കും. ശുർബതൻ ഒരു കുടിപ്പിക്കൽ അങ്ങ് കുടിപ്പിക്കും. ലാ യദ്മഉ ബഅദഹാ അബദാ. അതിന്റെ ശേഷം അവനക്കൊരു ദാഹവും ഉണ്ടാകുകയില്ല. നോമ്പുകാരനായ ആൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ആവശ്യമായ ഭക്ഷണം അങ്ങ് നൽകിയാൽ അവനക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹു കുടിപ്പിക്കുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. വീണ്ടും അവിടുന്ന് വിശദീകരിക്കുകയാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നു, മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ദീർഘമായ പ്രസംഗത്തിൽ, ആ പരിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കത്തിന്റെ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങളിലേക്ക് വരുന്ന മാസം വല്ലാത്തൊരു മാസമാണ്. അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖുൻ മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുണ്യ റമദാനിനെ 3 ആയി വീതിക്കുകയാണ്. അവ്വലുഹു റഹ്മ, അല്ലാഹു ജല്ല ജലാലു ഏത് സമയത്തും നമുക്ക് റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ പുണ്യ റമദാനിന്റെ ആദ്യത്തെ 10 അല്ലാഹു ഫസലായ റഹ്മത്ത് അല്ലാഹു നൽകുകയാണ്. ആ റഹ്മത്ത് നൽകപ്പെടുന്ന ആളുകളാകണം മുഅ്മിനീങ്ങളെ. അതിനുവേണ്ടി വളരെ ഭക്തിയോടുകൂടെ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നിന്റെ ആ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ് എന്ന മാന ഉൾക്കൊള്ളുന്ന അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് ഒന്നാമത്തെ 10 ധാരാളം തവണ നിസ്കാരത്തിന്റെ ശേഷവും സുജൂദിലും എപ്പോഴൊക്കെ നമ്മൾക്ക് ചെല്ലാൻ പറ്റുമോ അപ്പോഴൊക്കെ ആ ഒന്നാമത്തെ 10 രാപ്പകലുകളിൽ റബ്ബിന്റെ ആ പ്രത്യേകമായ റഹ്മത്ത് നൽകപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ പെടാൻ റബ്ബിനോട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു ജല്ല ജലാലു എപ്പോഴും പാപമോചനത്തിന് വേണ്ടി തേടുന്ന ആളുകൾക്ക് അല്ലാഹു അവൻ പാപം പുറത്തു കൊടുക്കും. എന്നാൽ പരിശുദ്ധ റമദാനിന്റെ നടുവിലെ 10 രാപ്പകലുകളിൽ അല്ലാഹു ഫസലായ നിലക്കുള്ള മഗ്ഫിറത്ത് നൽകുകയാണ്. ആ സമയം നമ്മളിലേക്ക് എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ വളരെ ഭക്തിയോടുകൂടെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം ചെറുതും വലുതുമായ പാപങ്ങൾ പ്രവർത്തിച്ച ആളാണ് അല്ലാഹ്, എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ എന്ന് ഭക്തിയോടുകൂടെ ആ നടുവിലെ 10 രാപ്പകലുകളിൽ നമ്മൾ സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ പുണ്യ റമദാനിന്റെ അവസാനത്തെ 10 അല്ലാഹു ജല്ല ജലാലു നരകത്തിലേക്ക് തീരുമാനിച്ച ആളുകളെ തന്നെ ആ തീരുമാനം മാറ്റി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വലിയ മഹത്തായ അവസരമാണ്. പുണ്യ റമദാനിന്റെ ആദ്യം മുതൽക്ക് തന്നെ ഒന്നാമത്തെ രാത്രി മുതൽക്ക് തന്നെ അല്ലാഹു ധാരാളം ആളുകളെ അതാ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. എന്നാൽ അവസാനത്തെ 10 ആവുമ്പോ ധാരാളം ആളുകളെ ഫസലായി യജമാനനായ റബ്ബ് തആല ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ സമയം നമ്മളിലേക്ക് വരുമ്പോ വളരെ ഭക്തിയോടുകൂടെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ ആ നിന്റെ നരക ശിക്ഷയിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണം അല്ലാഹ്, നിന്റെ റഹ്മത്തിനാൽ നിറക്കപ്പെട്ട ആ സ്വർഗ്ഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണം അല്ലാഹ് എന്ന് ഭക്തിയോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അവസാനത്തെ 10 ആ പകലുകളിൽ ധാരാളം തവണ ദുആ ചെയ്യണം. അല്ലാഹു ജല്ല ജലാലു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കി പറയുകയാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ മുന്നൊരുക്ക പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ നിങ്ങളിലേക്ക് വരുന്ന ഈ മഹത്തായ മാസം ഈ പുണ്യ റമദാൻ നിങ്ങളിലേക്ക് വരുമ്പോ ആ റമദാനിന്റെ രാപ്പകലുകളിൽ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം. 2 കാര്യങ്ങൾ നിങ്ങൾ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. ബാക്കി മറ്റേ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ഒന്നെന്താ ഷഹാദത്ത് ചൊല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊന്ന് ഇസ്തിഗ്ഫാർ. ഈ 2 കാര്യം നിങ്ങൾ ഇങ്ങനെ അധികരിപ്പിക്കുക എന്നുള്ളത് സൃഷ്ടാവായ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ സ്വർഗത്തെ ചോദിക്കുക, നരകത്തിനെ തൊടുക, കാവലിനെ തൊടുക, ഇത് നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഇങ്ങനത്തെ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണേ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതാണ് പുണ്യ റമദാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ നമ്മളെപ്പോഴും ചൊല്ലണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഭക്തിയോടുകൂടെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ എപ്പോഴും നിസ്കാരത്തിന്റെ ശേഷവും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ അധികരിപ്പിക്കണം. ആ അധികരിപ്പിക്കൽ പ്രത്യേകമായ ഒരു
സുന്നത്താണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ പുണ്യ റമദാനിന്റെ രാപ്പകലുകൾ ഈ 4 കാര്യം അധികരിപ്പിക്കണേ എന്ന് അവിടുന്ന് നമ്മളോട് കൽപ്പിച്ചതാ. അപ്പൊ അതങ്ങനെ അധികരിപ്പിക്കുക എന്നുള്ളത് വലിയ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്ത് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അല്ലാഹുമ്മ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത. റബ്ബേ നിന്റെ റഹ്മത്തിനാൽ നിറക്കപ്പെട്ട ആ സ്വർഗ്ഗത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ് വഅഊദു ബിക മിനന്നാർ. നരക ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു എന്ന ആ 4 കാര്യങ്ങളും ഒത്തുകൂടിയ പുണ്യ റമദാനിന്റെ രാപ്പകലുകളിൽ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് പറഞ്ഞ ആ 4 കാര്യം ഒത്തുകൂടിയ വലിയ പ്രാർത്ഥനയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നുള്ള മഹത്തായ ആ ദുആ നമ്മൾ ആ പുണ്യ റമദാനിന്റെ രാപ്പകലുകളിൽ ധാരാളം നമ്മൾ അധികരിപ്പിക്കുക. വലിയ മഹത്തായ മാസമാണ്, വലിയ മഹത്വം അല്ലാഹു വല്ലാതെ ആദരിച്ച മാസം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്കൊക്കെ അല്ലാഹു ഈ വലിയ അവസരം തരുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. എത്ര ആളുകളാണ് ഈ പുണ്യ റമദാനിലേക്ക് പ്രവേശിക്കാതെ വഫാത്തായി പോയത്. അല്ലാഹു നമുക്ക് ഈ പുണ്യ റമദാനിലേക്ക് പ്രവേശിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ മദീന ശരീഫിലുള്ള മിംബറിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു മുത്തനബിന്റെ ഹദറത്തിൽ വെച്ച്. ആ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ അതുണ്ടാകണം. എന്താണ് ആ പ്രാർത്ഥന? ഹബീബായ നബിയെ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് പുണ്യ റമദാൻ ആഗതമാകുകയും റമദാൻ എന്ന് പറയുന്ന പാപത്തെ പൊറിപ്പിക്കാൻ പറ്റിയ മാസമാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കലിനെ തേടാൻ പറ്റിയ മാസമാണ്. ഇങ്ങനത്തെ വലിയൊരു അവസരം നബിയെ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് വന്നിട്ട് ആ റമദാൻ വിട പറയുന്നത് വരെ അവൻ പാപമോചനത്തിന് വേണ്ടി തേടിയില്ല. പാപം പൊറിപ്പിക്കുന്ന കാര്യത്തിലേക്ക് അവൻ മുന്നോട്ട് വന്നില്ല. അങ്ങനത്തതായ ആളെ അല്ലാഹു ശപിക്കട്ടെ നബിയേ എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പുന്നാര അവറത്തിൽ ആ മിംബറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും ആ പ്രാർത്ഥനക്ക് ബഹുമാനപ്പെട്ട മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്ത സംഭവം എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരിമാരെ, നമ്മളാരും മറക്കരുത്. അതിൽ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ വലിയ മഹത്വമുള്ള വലിയൊരു അവസരമാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. എന്നാൽ ആ പുണ്യ റമദാനിലുള്ള മുഖ്യമായ അമല് നോമ്പനുഷ്ഠിക്കുക. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂന അയ്യാമൻ മഅദൂദാത്. ഓ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു ഈ ഉമ്മത്തിന് വളരെ ആദരവോടുകൂടെയാണ് വിളിക്കുന്നത്. സർവശക്തനായ യജമാനനായ റബ്ബ് തആല നമ്മൾ വിളിക്കുക എന്നത് തന്നെ വലിയൊരു ശറഫാണ്, വലിയൊരു മഹത്വമാണ്. എന്നാൽ വിളിച്ചതാണെങ്കിലോ അല്ലാഹു നമുക്ക് നൽകിയ വിശേഷതയിൽ നിന്ന് ഏറ്റവും മഹത്തായ വിശേഷതയാണ് ഈമാൻ. ആ ഈമാനുള്ള ആളുകളെ എന്ന് നിനക്കാണ് അല്ലാഹു തആല വിളിച്ചത്. അപ്പൊ ആ വിളിയിൽ തന്നെ ധാരാളം ശറഫുകൾ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുകയാണ്. അങ്ങനത്തെ വലിയ ശറഫോടുകൂടെ ശറഫ് വലിയ മഹത്വം നൽകിക്കൊണ്ട് തന്നെ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും
നോമ്പിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ മുൻഗാമികളായ ആളുകളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ മുൻഗാമികളായ സമുദായങ്ങൾക്കും നോമ്പുണ്ടായിരുന്നു. ഇതുപോലെ മഹത്തായ ശഅബാൻ പുണ്യ റമദാനാകുന്ന ഈ വലിയ മഹത്തായ ഒരു മാസം, ഈ മാസം ഈ ഉമ്മത്തിന് മാത്രമാണ്. ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു കനിഞ്ഞേകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പ്. മുൻഗാമികളായ ആളുകൾക്ക് നോമ്പുണ്ടായിരുന്നെങ്കിലും ഈ റമദാൻ ശരീഫ് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. അപ്പൊ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഓ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലകും തത്തഖൂന അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾ മുത്തഖീകളാകാൻ വേണ്ടി വളരെ തുച്ഛമായ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് യജമാനനായ റബ്ബ് തആല നമ്മളെ പഠിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, നോമ്പ് വലിയൊരു അമലാണ്. അമലുകളെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ഒരു അമലാണ് നോമ്പ് എന്നുള്ളത്. യജമാനനായ റബ്ബ് തആല പറഞ്ഞു, അസ്സൗമു ലീ വഅന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാനാണ് തരുന്നത്. എല്ലാ അമലും യജമാനനായ റബ്ബ് തആലക്കുള്ളത് തന്നെയാണ്. എല്ലാ അമലിന്റെ കൂലി തരുന്നതും റബ്ബ് തആല തന്നെയാണ്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാനാണ് തരുന്നത്. അതിന് യജമാനനായ റബ്ബ് തആല കാരണം പറഞ്ഞു, യദഉ ശഅവതഹു വതആമഹു മിൻ അജലി. നോമ്പുകാരൻ അവൻ ഭക്ഷണപാനീയത്തെ ഒഴിവാക്കുന്നു, അവന്റെ വികാര ചിന്തകളെ അവൻ മാറ്റിവെക്കുന്നു. എന്തിനു വേണ്ടി? മിൻ അജലി, എന്റെ പൊരുത്തത്തിന് വേണ്ടി. എന്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ ഇതെല്ലാം മാറ്റിവെക്കുന്നു. അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാനാണ് തരുന്നത്. ഇങ്ങനെ പറയാൻ ധാരാളം കാരണങ്ങൾ മഹാന്മാര് പറഞ്ഞു. ഈ നോമ്പിന്റെ മറ്റുള്ള അമലുകളെ കൂലി, ഒരു നന്മക്ക് 10 നന്മന്റെ കൂലി, അത് 70 ഇരട്ടിപ്പിക്കപ്പെടും, 700 ഇരട്ടിപ്പിക്കപ്പെടും, 70,000 ഇരട്ടിപ്പിക്കപ്പെടും. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് കണക്കും കൈയില്ലാതെ അള്ളാഹു ഇരട്ടിപ്പിക്കും. എന്നാൽ നോമ്പിന്റെ കൂലിയുടെ ഖദർ അത് റബ്ബിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് കണക്കാക്കാൻ പറ്റുകയില്ല. അത്ര വലിയ മഹത്വമുള്ള ഒരു അമലായതുകൊണ്ടാണ് യജമാനനായ റബ്ബ് തആല പറഞ്ഞത്, അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാ, നോമ്പിന്റെ കൂലി ഞാനാണ് നൽകുന്നത് എന്ന് യജമാനനായ റബ്ബ് തആലാന്റെ നഫ്സിലേക്ക് റബ്ബ് ചേർത്തിക്കൊണ്ട് പറയാനുള്ള കാരണം അതാണ്. അത് നോമ്പിന്റെ വലിയ ആ ബഹുമതിയെ അറിയുക. അതുപോലെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബ, തീർച്ചയാണ് സ്വർഗ്ഗത്തിന് ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്ന. അത് നോമ്പുകാർക്ക് മാത്രമുള്ളൊരു കവാടമാണ്. ആ കവാടത്തിങ്കിലൂടെ നോമ്പുകാരൻ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അന്ത്യനാളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂർ എന്ന കാലത്തിൽ 2ാമത്തെ ഊതപ്പെടുമ്പോ ഖബറുകളിൽ നിന്ന് എല്ലാവരെയും പുറപ്പെടുവിക്കപ്പെടുകയാണ്. എന്നാൽ നോമ്പ് രൂപത്തിൽ നോമ്പരട്ടിച്ച ആ നോമ്പുകാരിലേക്ക് അതാ ധാരാളം വിഭവങ്ങൾ നൽകി. അവരോട് മലായികത്ത് പറയും, നിങ്ങൾ ഭക്ഷിക്കുക, കുലു, നിങ്ങൾ ഭക്ഷിക്കുക. നോമ്പില്ലാത്ത ആളുകൾ വയറ് നിറഞ്ഞിരുന്ന സമയത്ത്
നിങ്ങൾ വിശന്നവരാണ്. വശ്റബൂ ഫഖദ് അതിസ്തും ഈന റബിയന്നാസ്, നിങ്ങൾ നല്ലോണം പാനീയങ്ങൾ കുടിക്കുക. നോമ്പില്ലാത്ത ആളുകള് ദാഹം തീർത്ത് നടന്നിരുന്ന സമയത്ത് നിങ്ങള് ദാഹിച്ചവരായിരുന്നല്ലോ. ഓ നോമ്പുകാരായ ആളുകളെ, നിങ്ങൾ ഈ സമയത്ത് വല്ലാതെ റാഹത്തെടുക്കുക. ദുനിയാവിൽ വെച്ചുകൊണ്ട് ജനങ്ങൾ റാഹത്തായി നടന്നിരുന്ന സമയത്ത് നിങ്ങൾ ക്ഷീണിച്ചവരായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളിപ്പോ റാഹത്തായി നടക്കുക, റാഹത്തെടുക്കുക. ഫയഖുലൂന വയശ്റബൂന വയസ്തരിഊന വന്നാസു മശ്ഗൂലൂന ഫിൽ ഹിസാബ്. അല്ലാഹ് നാളെ മഹ്ശറിൽ ഖബറുകളിൽ നിന്ന് അങ്ങ് പുറപ്പെടുവിക്കപ്പെട്ട ഈ നോമ്പുകാർ അവര് നല്ല വിഭവങ്ങൾ ഭക്ഷിക്കുന്നു, നല്ല പാനീയങ്ങൾ കുടിക്കുന്നു, നല്ല റാഹത്തെടുക്കുന്നു. വന്നാസു മശ്ഗൂലൂന ഫിൽ ഹിസാബ്. മറ്റുള്ള ജനങ്ങൾ അല്ലാഹുവിന്റെ വിചാരണയിലായിക്കൊണ്ട് വലിയ മശഖത്തിലും വലിയ ദാഹത്തിലുമായിക്കൊണ്ട് കഴിയുമ്പോൾ നോമ്പുകാരായ ആളുകളെ അല്ലാഹു ജല്ല ജലാലുഹു ഈ നിലക്ക് സൽക്കരിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹു ആ നിലക്കുള്ള നോമ്പുകാരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പുകാർക്ക് വല്ലാത്ത മാസം. നോമ്പ് എന്നുള്ളത് ഈമാനിന്റെ നോമ്പ് എന്ന അമല് ഈമാനിന്റെ 4-ൽ-1 ഭാഗമാണ്. അതെങ്ങനെ? മഹാന്മാര് പറഞ്ഞു, അസ്സൗമു റുബുഉൽ ഈമാൻ. നോമ്പ് എന്നുള്ളത് ഈമാനിന്റെ 4-ൽ-1 ഭാഗമാണ്. കാരണം لأن الصوم نصف الصبر والصبر نصف الإيمان. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്, എന്നാൽ ക്ഷമയുടെ പകുതിയാണ് നോമ്പ്. അപ്പൊ അതുകൊണ്ട് നോമ്പ് എന്നുള്ളത് റുബുഉൽ ഈമാൻ, ഈമാനിന്റെ 4-ൽ-1 ഭാഗമാണ്. ക്ഷമിക്കുന്നതായ ആളുകൾക്കുള്ള കൂലിയെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും, ക്ഷമിക്കുന്നതായ ആളുകൾക്ക് അല്ലാഹു അവർക്കുള്ള കൂലിയെ പൂർത്തിയായി നൽകും. അവർക്കുള്ള കൂലിയെ പൂർത്തിയായി നൽകപ്പെടും. എങ്ങനെ? ബിഗൈരി ഹിസാബ്, കണക്കും കയ്യില്ലാതെ പൂർത്തിയായി നൽകപ്പെടും. അപ്പൊ നോമ്പിന്റെ കൂലി കണക്കും കയ്യില്ലാതെ പൂർത്തിയായി നൽകപ്പെടുന്ന ഒരു അമലാണ് നോമ്പ്. അതുകൊണ്ട് തന്നെയാണ് യജമാനനായ റബ്ബ് തആല പറഞ്ഞത്, അസ്സൗമു ലീ വ അന അജ്സി ബി. നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാനാണ് നൽകുന്നതെന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു. അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് ധാരാളം മാസങ്ങൾ ഹബീബ് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. സമയം വൈകുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ പറയപ്പെട്ട പ്രതിഫലം 1-2 ഉദാഹരണം മാത്രമേ നമ്മൾ അതിലെ മാസങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ധാരാളം മാസങ്ങൾ നോമ്പിനിക്കുണ്ട്. എന്നാൽ ഈ മാസങ്ങളൊക്കെ നമ്മുടെ നോമ്പിന് കിട്ടണമെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പാകണം. അസ്സൗമുലി, യഥാർത്ഥ നോമ്പ്. അലിഫ് ലാമോട് കൂടെയാണ് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്ന മുത്ത് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അസ്സൗമുലി, യഥാർത്ഥ നോമ്പ് അത് എനിക്കുള്ളതാ, അതിന്റെ കൂലി ഞാനാണ് തരുന്നത്. അപ്പൊ നോമ്പ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാന്മാരായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ
നോമ്പിനെ 3 വീതിച്ചിട്ടുണ്ട്. നമ്മളെ നോമ്പ് അല്ലാഹു പൊരുത്തപ്പെട്ട നോമ്പാകണം. അല്ലാഹു പൊരുത്തപ്പെട്ട നോമ്പാകണമെങ്കിൽ ആദ്യമായി നോമ്പ് സഹിയായതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടണം എന്നില്ല. അതിനുള്ള അദബുകളും പാലിക്കണം. ചുരുങ്ങിയ രൂപത്തിൽ കുറച്ച് സമയം കൂടെ നമുക്ക് പറഞ്ഞ് നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് നോമ്പ് എൻ്റെ പ്രിയപ്പെട്ടവർ സ്വഹിയാകണമെങ്കിൽ ഒരു 5 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് നിയ്യത്ത്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. അമലുകൾ മുഴുവനും സ്വഹിയാകുന്നത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ വുദു ഉണ്ടാക്കുമ്പോൾ വുദു സ്വഹിയാകണമെങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. നിസ്കാരം സഹിയാകണമെങ്കിൽ തക്ബീറത്തിൽ കെട്ടുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. കുളി സഹിയാകണമെങ്കിൽ ശരീരത്തിൽ ആദ്യമായി വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. നിയ്യത്തില്ലെങ്കിൽ ഒരു അമലും സഹിയാകുകയില്ല. ഏത് കാര്യങ്ങളും നിയ്യത്ത് നന്നാക്കിയാൽ ആഖിറത്തിലുള്ള ഇബാദത്തായി മാറും. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ദുന്യവിയായ രൂപങ്ങളെ കൊണ്ട് രൂപപ്പെടുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നിയ്യത്ത് നന്നാക്കൽ കൊണ്ട് അത് ആഖിറത്തിലേക്കുള്ള ഇബാദത്തായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക് ഭക്ഷണം ഞാൻ പാകം ചെയ്യുന്നു അല്ലാഹ് എന്ന് നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ അടുക്കളയിൽ കണ്ട് ഇറങ്ങുകയാണെങ്കിൽ പണി നടക്കലോടുകൂടെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും നാളെ ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഇബാദത്തായി മാറുകയാണ്. മിറ്റടിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ദാനം പറയണം. ഏത് പ്രവർത്തനം റബ്ബേ വൃത്തിയാക്കുക എന്നുള്ള വൃത്തി എന്നുള്ളത് നീ ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ റബ്ബേ. അവൻ്റെ വീടിന്റെ പരിസരം ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അടിച്ചു വാരുന്നു എന്ന് മനസ്സിൽ കരുതി ഞാൻ ഒരാളെ അറിയിക്കണ്ട, കൽബിൽ അങ്ങ് കരുതിയാണ്ടാണ്ട് അടിച്ചു തരാണ്ട് ഇറങ്ങിയ അടിച്ചു തരൽ നടക്കലോട് കൂടെ അത് നാളെ ആഖിറത്ത് കൂലി കിട്ടുന്ന ഇബാദത്ത്. എൻ്റെ ഉപ്പമാരെ, സഹോദരങ്ങൾ, രാവിലെ നമ്മൾ ജോലിക്ക് വേണ്ടി പോകുമ്പോ അല്ലെ നമ്മളെ പറമ്പിലുള്ള ജോലിയെക്കോട്ടെ റബ്ബേ എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിട്ട് നീ കൽപ്പിച്ചതാണ്. അതുകൊണ്ട് റബ്ബേ ഞാനിതാ ജോലിക്ക് പോകുന്നു എന്ന് നിയ്യത്ത് വെച്ച് അങ്ങ് ഇറങ്ങിയാൽ ജോലി എടുത്ത് നമുക്ക് കാശ് കിട്ടലോടൊപ്പം ആ പ്രവർത്തനം കൂലി കിട്ടുന്ന ഇബാദത്ത്. ഒരു സഹോദരൻ ഗൾഫിലേക്ക് അങ്ങ് പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട്, നിന്റെ പൊരുത്തത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് റബ്ബേ ഞാനിതാ ഗൾഫിലേക്ക് ഇറങ്ങുന്നു അല്ലാഹ് എന്ന് നിയ്യത്ത് വെച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തിയാലും ആ തിരിച്ചെത്തുന്നത് വരെ അവൻ അല്ലാഹു തആലാന്റെ ഇബാദത്തിലാണ്. അവന്റെ യാത്ര ഇബാദത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അവന്റെ ജോലി സ്ഥലത്ത് പോയി അവൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് ഇബാദത്താണ്, ജോലി എടുക്കുന്നത് ഇബാദത്താണ്. തിരിച്ചെത്തുന്നത് വരെ അവൻ അല്ലാഹു തആലാന്റെ ഇബാദത്തിലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏത് വിഷയം, പഴയകാലത്ത് നമ്മൾ ഉപ്പമാരും പാപ്പമാരൊക്കെ അവര് തെങ്ങും തെജ്ജ് വെച്ചിട്ടും പിലാത്തെജ്ജ് വെച്ചിട്ടും പൊടിയാനത്തെജ്ജ് വെച്ചിട്ടും അങ്ങനെ അവരിങ്ങനെ വൃക്ഷങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം നമ്മളൊക്കെ വെട്ടി ഒഴിവാക്കാണ്. അവരുണ്ടാക്കിയത് റബ്ബിന്റെ പൊരുത്തത്തിന് നമ്മളൊരു മൂച്ചത്തെജ്ജ് വെച്ചു വെക്കാം. ആ മൂച്ചത്തെജ്ജ് ഇവിടെ എത്ര വലുതായി ഈ ഭൂമുഖത്ത് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ
അത്രയും കാലം അതിൻ്റെ ഓരോ ഇലയുടെ തസ്ബീയും ഓരോ തണ്ടിന്റെ തസ്ബീയും ആ തടിമരത്തിന്റെ തസ്ബീയും വെച്ചാക്ക് ഇങ്ങനെ പാർസലായി ഇങ്ങനെ കിട്ടും. എന്താ വേണ്ടത്? റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ മുച്ചിത്തഞ്ച് വെക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ ഒരു തെങ്ങ് തേച്ച് വെച്ചാ അതിന്റെ ഇലകളെ തസ്ബീഹ് തേങ്ങ എടുത്ത് ആരൊക്കെ ഉപകരിക്കുന്നുണ്ടോ, അതിന് മുജിമത്ത മാങ്ങ ആരെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ, പക്ഷി പറവകൾ വന്ന് ഭക്ഷിക്കുന്നുണ്ടോ, ഇതൊക്കെ സദഖയാണ്. ഈ സദഖന്റെ ഒക്കെ കൂലി ആർക്കാ? ആരാണ് ആ മുച്ചിത്തഞ്ച് വെച്ചതെങ്കിൽ അയാൾക്കാ. വെക്കുമ്പോ എന്താ വേണ്ടത്? ഒരു നീയത്ത്, പടച്ചോന് നിന്റെ പൊരുത്തത്തിന് വേണ്ടി. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ആഫിയത്ത് ആരോഗ്യം നിലക്കാൻ വേണ്ടി റബ്ബേ നിന്റെ പൊരുത്തത്തിന് ഞാൻ ഭക്ഷണം കഴിക്കണം, പള്ള നിറയലുമായി, അത് ഒരു ഇബാദത്തായി മാറി. ഇനി രാത്രി അമ്മന്ന് കടക്കും കുറച്ച് എനിക്ക് സുബൈക്ക് നേരത്തെ എണിച്ചണം, ആഫിയത്ത് നിലക്കാൻ വേണ്ടിയിട്ട് റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനൊന്ന് ഉറങ്ങുന്നു. അല്ലാഹ് ഒരാളെ അറിയിക്കേണ്ട കൽബിലുണ്ടായാൽ മതി. ഈ ഒരു നീയത്തോടു കൂടെ കൽബ് നമ്മൾ ഉണ്ടായാൽ അതെന്ത് ചെയ്യും? ഉറക്കും കിട്ടി സുബൈ വരെ കൂലി കിട്ടുന്ന ഇബാദത്താണ്. ഒരു ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏത് കാര്യങ്ങളും നീയത്ത് നന്നാക്കിയാൽ അത് ആഖിറത്തിലേക്കുള്ള ഇബാദത്തായി മാറും. നീയത്തുണ്ടായില്ലെങ്കിലോ അത് ഇബാദത്താവുകയില്ല. നമ്മൾ വീട്ടിലൊരു കല്യാണം ഉണ്ടാക്കാം, അല്ല ഒരു വിരുന്നുണ്ടാക്കാം, ഒക്കെ നല്ല കാര്യങ്ങളാണ്. ആ വീട്ടിന്റെ ആരാണോ ആരെ നേതൃത്വമാണോ ഉള്ളെങ്കിൽ അയാൾ നീയത്ത് വെച്ചാൽ ലക്ഷങ്ങൾ ചെലവാക്കിയത് നാളെ ആഖിറത്ത് കാണും. നീയത്ത് വെച്ചിട്ടില്ലെങ്കിലോ അയാ പൈസ ചെലവാക്കിയത് കൂലി നാളെ ആഖിറത്തിലുണ്ടാവും. അപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ ദുന്യവിയായ പ്രവർത്തനങ്ങളെ രൂപം കൊണ്ട് രൂപപ്പെടുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നിയ്യത്ത് നന്നാക്കലുകൊണ്ട് അത് ആഖിറത്തിലേക്കുള്ള ഇബാദത്തായി മാറുകയാണ്. അപ്പൊ എന്തിനും നിയ്യത്ത് വേണം. എന്നാലും ആഖിറത്തേക്കുള്ള ഇബാദത്ത് അത് നിയ്യത്ത് മോശാക്കിയാലോ അത് ദുനിയാവിന്റെ പ്രവർത്തനമായി മാറുകയും ചെയ്യും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നോമ്പിനിക്ക് നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അൽ ഖസ്ദൂന ഉദ്ദേശിക്കുക. നിയ്യത്തിന്റെ ആസ്ഥാനം മഹല്ലു നിയ്യത്തി അൽ ഖൽബ്. നിയ്യത്തിന്റെ ആസ്ഥാനം ഹൃദയം, ഹൃദയത്തിൽ കൊണ്ടുവരണം. നോമ്പിനിക്ക് നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ രണ്ട് നിബന്ധന. ഫർളായ നോമ്പിനിക്ക് നിയ്യത്ത് വെക്കുമ്പോൾ രണ്ട് നിബന്ധന. ഒന്ന് തബീത്ത്, മറ്റൊന്ന് തഅയ്യൻ. നിയ്യത്ത് രാത്രിയിൽ കൊണ്ടുവരിക. അതിനെ കൊണ്ട് രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് ഫജ്റു സാദിഖ് വെളിവാകുന്നതിന്റെ ഇടയിലായിക്കൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ നിയ്യത്ത് വെച്ചോളണം. അതുപോലെ റമദാൻ ശരീഫിനുള്ള നോമ്പ് എന്ന് നിജമാക്കുകയും വേണം. അപ്പൊ റമദാനിലുള്ള ഫർളായ നോമ്പ് ഞാൻ നോൽക്കുന്നു. നബൈതു സൗമ ഗദിൻ അന്നദായി ഫർദ് റമദാനി ആദി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദായ ഫർളായ റമദാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ ഞാൻ നോൽക്കുന്നു. അത് നിയ്യത്തിന്റെ പരിപൂർണമായ രൂപം. പക്ഷേ ഇത് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ കൽബ് അറിയണം. കൽബ് അറിയാത്ത രൂപത്തിൽ നബൈതു സൗമ ഗദിൻ അന്നദായി ഫർദ് റമദാനി ആദി സനതി ലില്ലാഹി തആല ഇത് നാവ് കൊണ്ടങ്ങ് ഉച്ചരിച്ചു, അതിന്റെ പരിഭാഷയും നാവ് കൊണ്ടങ്ങ് പറഞ്ഞു, ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് നിയ്യത്തായിട്ടില്ല മക്കൾ, അത് നിയ്യത്തായിട്ടില്ല മുഅ്മിനീങ്ങൾ. നമ്മൾ പിഞ്ചു മക്കളെ കൊണ്ട് നോമ്പ് ആരോഗ്യമുള്ള പ്രായപൂർത്തി എത്താത്ത മക്കളെ കൊണ്ട് നമ്മൾ നോമ്പ് ഒലിപ്പിക്കണമല്ലോ. അവർക്ക് നിയ്യത്ത് വെച്ചെടുക്കുമ്പോ പാടി കൊടുത്താൽ പോരാ. എൻ്റെ മനസ്സ് കരുതിക്കണം, എൻ്റെ നെഞ്ഞിൻ്റെ ഉള്ളിൽ കരുതി അവൻ എങ്ങനെയാ മനസ്സിലാകുന്നതെങ്കിൽ ആ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് അവൻ്റെ കൽബ് കൊണ്ട് കരുതിപ്പിക്കണം. എന്നെങ്കിൽ ആ കുട്ടിൻ്റെ നോമ്പ് സഹിയാവുള്ളൂ. ഇല്ല നവൈത്തു സൗമഗദിൻ അന്നദായി ഫർദ് റമദാൻ ഇങ്ങനെ ആണ്ട് ചൊല്ലിക്കൊടുത്തു കുട്ടി ആണ്ട് ഏറ്റി ചൊല്ലി. ഇത് നിയ്യത്തായിട്ടില്ല മുഅ്മിനീങ്ങളെ. ഹൃദയത്തിൽ ആദരാക്കണം. ഏത് നിയ്യത്തും ഹൃദയത്തിൽ ആദരാക്കിയിട്ടില്ലെങ്കിൽ അത് നിയ്യത്തായിട്ടില്ല.
നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്ത് മാത്രമാണ്. ഹൃദയത്തിൽ ആദരാക്കൽ നിർബന്ധമാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ തറാവി നിസ്കാരത്തിൽ ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ഉറങ്ങി തൂങ്ങിയാണ്ടൊക്കെ ആയിരിക്കും നവൈത്തു സമഗതി ഇങ്ങനെയാണ് പാടി നമ്മളങ്ങനെ ഹൃദയത്തിൽ ആദരാക്കിക്കണോ ഇല്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും ഹൃദയത്തിൽ ആദരാക്കിയിട്ടില്ല എങ്കിൽ ആ നിയ്യത്ത് നമ്മൾ ഹൃദയത്തിൽ ആദരാക്കണം. എന്നെങ്കിലേ നമ്മൾ നോമ്പ് സ്വഹിയാകുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് നിയ്യത്താണ്. രണ്ടാമത് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ നോമ്പ് സ്വഹിയാകാൻ വേണ്ടുന്ന മറ്റൊരു കാര്യം, അവന്റെ ഉള്ളിലേക്ക് മനഃപൂർവം അവന്റെ ഉള്ളിലേക്ക് ഒരു വസ്തു ചേരനത്തോട് സൂക്ഷിക്കണം. അത് നമ്മുടെ നോമ്പ് സ്വഹിയാകാൻ വേണ്ടി. മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. മനഃപൂർവം അവന്റെ ഉള്ളിലേക്ക് ഒരു വസ്തു ചേരനത്തോട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ അവന്റെ നോമ്പ് സ്വഹിയാകണം. ജിമായിനത്തോട് സൂക്ഷിക്കണം. അതുപോലെ അവന്റെ പ്രവർത്തനം കാരണമായിക്കൊണ്ട് ഇന്ദ്രിയം പുറപ്പെടാൻ പാടില്ല. പകല് സമയത്ത് അവന്റെ കൈ കൊണ്ടോ മറ്റോ അവന്റെ പ്രവർത്തനം കാരണമായിക്കൊണ്ട് ഇന്ദ്രിയം പുറപ്പെട്ടാൽ അവന്റെ നോമ്പ് മുറിയും. അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദിക്കലിനെ തൊട്ട് അവൻ സൂക്ഷിക്കണം. ഉണ്ടാക്കി ഛർദിച്ചാൽ അവന്റെ നോമ്പ് ബാത്തിലാവും. അപ്പൊ ഈ 5 കാര്യങ്ങൾ നോമ്പ് സ്വഹിയാകാൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ 5 കാര്യങ്ങൾ ഒരാൾ ഒരുമിച്ച് കൂട്ടി നോമ്പ് നോറ്റാൽ അവന്റെ നോമ്പ് സ്വഹിയാകും. അത് മാത്രം പോരാ മുഅ്മിനീങ്ങളെ, നമ്മളെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുന്ന നോമ്പാകണം. അല്ലാഹു പൊരുത്തപ്പെടുന്ന നോമ്പാകണം. ആ പൊരുത്തപ്പെടുന്ന നോമ്പാകണമെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നാൽ മാത്രം പോരാ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ എല്ലാ അവയവങ്ങളും എല്ലാ തിന്മയിൽ നിന്നും മാറണം, എല്ലാ തിന്മയിൽ നിന്നും ഒഴിവാകണം. എന്നെങ്കിലേ നമ്മുടെ നോമ്പ് അല്ലാഹു പൊരുത്തപ്പെട്ട നോമ്പാകുള്ളൂ. അസ്സൗമു ലീ വഅനാ അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ കൂലി ഞാനാ തരുന്നത് എന്ന് പറഞ്ഞ നോമ്പാകണമെങ്കിൽ പട്ടിണി കടന്നുകൊണ്ട് മാത്രമായില്ല. ഞാൻ ചോദിക്കുകയാണ്, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പുകാരൻ ചീത്തയായ പ്രവർത്തനങ്ങളെയും ചീത്തയായ വാക്കുകളെയും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവന്റെ പട്ടിണി വെറുതെയാണ്. ആ പട്ടിണിക്ക് നാളെ ആഖിറത്തിൽ കൂലിയുണ്ടാകുകയില്ല. അപ്പൊ നോമ്പനുഷ്ഠിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ നാവിനെ എല്ലാ ഹറാമായ സംസാരങ്ങളെ തൊട്ട് സൂക്ഷിക്കണം. കണ്ണിനെ ഹറാമ് കാണുന്നതൊട്ട് കാക്കണം. കാതിനെ ഹറാമ് ശ്രദ്ധ ചെയ്യുന്നതൊട്ട് കാക്കണം. അങ്ങനെ നമ്മുടെ മുഴുവൻ അവയവങ്ങളും എല്ലാ തിന്മയിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കണം. ആ നോമ്പാണ് യഥാർത്ഥ നോമ്പ്. ആ നോമ്പുകാർക്കാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മഹത്വങ്ങളൊക്കെ കിട്ടുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആ നിനക്ക് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഈ മജ്‌ലിസിൽ വെച്ച് കൊണ്ടെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പുണ്യ റമദാനിലുള്ള മഹത്തായ തറാവീഹ് നിസ്കാരം ചുരുക്കുകയാണ്. ആ തറാവീഹ് നിസ്കാരം ആരും മുടക്കരുത്. ശനിയാഴ്ച അസ്തമിച്ചിട്ടുള്ള രാവും മാസപ്പിറവി കണ്ടു കേട്ടാൽ എൻ്റെ പ്രിയ എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ പള്ളിയിൽ വന്ന് ഒന്നാമത്തെ തറാവി എന്നെ മുടങ്ങാതെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഒരു പ്രിയപ്പെട്ടവരെ, പുണ്യ റമദാൻ, ആ റമദാൻ നമ്മൾ നേരത്തെ നോമ്പ് ഉള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കൽ വലിയ പുണ്യമുള്ള ഒരു അമലാണ്. അത് നമ്മൾ ആ സുന്നത്ത് എല്ലാവരും കൈവിന്റെ പരമാവധി അയൽവാസിയെങ്കിലും അയൽവാസിയിലുള്ള സഹോദരങ്ങളെയും വിളിച്ചിട്ട് ആ നോമ്പ് തുറപ്പിക്കുക എന്ന ആ മഹത്തായ സുന്നത്ത് നമ്മൾ നിലനിർത്തണം. അവനെ കൊണ്ട് സാധിക്കുന്നത് പോലെ. അതുപോലെ ഉറൂബായി എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ നോമ്പ് തുറക്കുക.
അത്തായം എൻ്റെ പ്രിയപ്പെട്ടവന് പിന്തിക്കലാണ് സുന്നത്ത്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര വ അഖറു സുഹൂർ. എൻ്റെ ഉമ്മത്ത് ഖൈർ കൊണ്ട് സ്ഥിരമായവരാണ്. അവർ അത്തായം കഴിക്കന്നെ പിന്തിക്കുന്നവരാകുക, നോമ്പ് തുറക്കന്നെ ഉളരിപ്പിക്കുന്നു. ഉറൂബായി എന്ന് ഉറപ്പായ നോമ്പ് തുറക്കും. അത്തായം കഴിക്കന്നെ നമ്മൾ എന്ത് ചെയ്യുക? പിന്തിക്കാന്നില്ല. ഫജ്ർ സാദിഖ് വിവാഹം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത്തായം കഴിച്ചു. എത്ര ഖദറായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത്തായം കഴിച്ച് കഴിഞ്ഞ് ഫജ്ർ സാദിഖിന്റെ അടിയിൽ 50 ആയത്ത് ഓതുന്ന സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തായം കഴിക്കുക അപ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത്തായം കഴിക്കുമ്പോ ആ മഹത്തായ സുന്നത്ത് നമുക്ക് കൂലി കിട്ടണം. അത്തായം കഴിക്കുക എന്ന സുന്നത്തിന് വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു അല്ലാഹ് എന്നൊരു ആ ഭക്ഷണം കഴിച്ചു മനസ്സിൽ കരുതിയാൽ മതി. എന്നാ അത്തായം ആയും ചെയ്തു, ആ സുന്നത്ത് കിട്ടുകയും ചെയ്തു. ഈത്തപ്പഴത്തിന്റെ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴത്തിന്റെ പിന്നെ നോമ്പ് തുറക്കാൻ സുന്നത്താണല്ലോ, അതുകൊണ്ട് ഞാൻ ഈത്തപ്പഴത്തിന്റെ നോമ്പ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കാരക്കന്റെ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ, ഈത്തപ്പഴം ഇല്ല കാരക്കില്ല എന്നങ്ങനെ വെള്ളത്തിന്റെ പിന്നെ നോമ്പ് തുറക്കും. അങ്ങനെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ നിയ്യത്തോടുകൂടെ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും നല്ല നിയ്യത്തോടുകൂടെ ചെയ്ത് നമ്മുടെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും നാളെ ആഖിറത്തിലേക്കുള്ള ഇബാദത്തുകളായി മാറ്റാൻ കഴിയണം. അത് നമുക്ക് കഴിയും മുഅ്മിനീങ്ങളെ, നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുണ്യ റമദാനിൽ പരിശുദ്ധ ഖുർആൻ ധാരാളം നമ്മൾ ഓതണം. സമയം വൈകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ധാരാളം ഖുർആൻ നമ്മൾ ഓതണം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുണ്യ റമദാനിൽ സദഖ അധികരിപ്പിക്കുക. അതുപോലെ നമ്മൾ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അത് മുഴുവൻ നമ്മൾ ചെയ്ത് ഈ വരുന്ന റമദാനിനെ നല്ല നിലക്ക് ആദരിക്കാൻ ഞാനും നിങ്ങൾ തീരുമാനമെടുക്കുക. നാഥനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പുരുഷന്മാരാകുന്ന നമ്മളൊക്കെ റമദാനിൽ ഒരൊറ്റ ജമാഅത്തും മുടക്കരുത്. പ്രത്യേകിച്ച് ഇശാന്റെയും സുബഹിന്റെയും ജമാഅത്ത് പുണ്യ റമദാൻ നമ്മൾ മുടക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമോ? പോട്ടെ, ഈ റമദാനിക്കാനെ നമ്മളുണ്ടാവും. ഇന്നിപ്പോ നമ്മള് ഇതൊക്കെ കഴിഞ്ഞിട്ട് പെരീക്കെത്തുമെന്ന് പറയാൻ പറ്റും. എത്ര സംഭവങ്ങളാണ് ഈ ആഴ്ച, ഈ കഴിഞ്ഞ ആഴ്ചന്റെ അടിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, കിട്ടിയ അവസരം അത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. പിന്നെ നമ്മള് നാളെ മഹാന്മാര് പറഞ്ഞ ദിവസങ്ങള് 3 ദിവസമാണ്. ഒന്ന് ഇന്നലെ, ഒന്ന് ഇന്ന്, ഒന്ന് നാളെ. ഇന്നലത്തെ കഴിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലത്തെ ദിവസം കഴിഞ്ഞു പോയി. നമ്മളെ ദിവസങ്ങൾ 3 ദിവസം, ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കഴിഞ്ഞു പോയി. ഒന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ മടങ്ങി തരുമല്ലോ, ഒരു കാലത്തും മടങ്ങി തരൂല. ഇന്ന് നമുക്ക് അവസരമുണ്ട്. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടും. നാളെ നമ്മൾ ഉണ്ടാവുക പറയാൻ പറ്റൂല. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ഞാനും നിങ്ങളും ശരിക്കും ഉപയോഗപ്പെടുത്തുക. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വരുന്ന പുണ്യ റമദാനിൽ ഹഖായ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാനും ഹഖായ രൂപത്തിൽ ഫർളായ മറ്റുള്ള അഅ്മാലുകൾ കൂട്ടാനും ഒരൊറ്റ രാത്രിയും തറാവീഹ് മുടങ്ങാതെ പരിശുദ്ധ ഖുർആൻ പല തവണ ഖത്മ തീർക്കാനും ധാരാളം ഖൈറാത്തുകൾ ചെയ്ത് ഈ പുണ്യ റമദാൻ കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളോട് താല്ലുക്കള എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ ചുരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മളെ പരിപാടിക്ക് വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. നമ്മൾ ഉസ്താദ് പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്, ഇത് വല്ലാത്തൊരു സൗകര്യം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉസ്താദ് പറഞ്ഞല്ലോ, സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്നതായ സദഖ. ഇദാ മാതൽ ഇൻസാനു യൻഖത അമലു, ഏതൊരു മനുഷ്യനും അങ്ങ് വഫാത്തായാൽ അവന്റെ മുഴുവൻ അമലുകളും നിലച്ചുപോയി. പിന്നെ അവനക്ക് നിസ്കരിക്കാനുള്ള അവസരമില്ല, വഅദിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല, വഅദ് പറയാനുള്ള അവസരമില്ല,
ജുമാക്ക് പങ്കെടുക്കാൻ അവസരം, എല്ലാം അങ്ങ് നിലച്ചു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഇവിടെ നമ്മ വഫാത്തായാലും നമുക്ക് നിരക്കാത്ത 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്നതായ സദഖ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള സദഖ, അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സദഖ. അത് വല്ലാത്ത സദഖ. ദീനിയായ സ്ഥാപനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സദഖ, റബ്ബിന്റെ പൊരുത്തം മാത്രം മുന്നിൽ കണ്ടിട്ട് നമ്മളങ്ങ് നൽകിയാൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ദീനി സ്ഥാപനത്തിൽ വെച്ച് നമ്മളെ മക്കള്, നമ്മളെ പേരമക്കള് ഫാത്തിഹ പഠിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, നിസ്കാരത്തിന്റെ ശർത്തുകളും ഫർളുകളൊക്കെ പഠിക്കുന്നു. ആ മക്കള് ഇവിടുന്ന് പഠിച്ച ആ ഫാത്തിഹ എത്ര കാലം അവർ ഓതുന്നുണ്ടോ, ഇവിടുന്ന് പഠിച്ച ആ നിസ്കാരം അവർ എത്ര കാലം നിസ്കരിക്കുന്നുണ്ടോ, ഇവിടുന്ന് പഠിച്ച ആ വദു എത്ര കാലം അവർ വദു ഉണ്ടാക്കുന്നുണ്ടോ, ആ കുട്ടികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച എല്ലാ ആളുകൾക്കും ആ കുട്ടിയുടെ ഇബാദത്തിൽ വലിയ പങ്കുണ്ട്. ഇവിടെ ദീനിയായ ഉലൂമ് പഠിപ്പിക്കുമ്പോൾ ദീനിയായ ഇൽമോണ്ട് ജോലിയാകാന്നുള്ള വലിയ അമലാണല്ലോ. ആ അമലിന്റെ കൂലിയും ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്കുണ്ടാകും. അത് നമ്മൾ ഇവിടുന്ന് വഫാത്തായാലും എത്ര കാലം ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നോ അത്രയും കാലം ഇവിടെ നടത്തുന്ന മുഴുവൻ പ്രവർത്തനം, നല്ല പ്രവർത്തനത്തിന്റെയും ഒരു കൂലിയുടെ പങ്ക് ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്ക് അല്ലാഹു നൽകും. തീർച്ചയാണ്. സാദിഖുൽ മസ്തൂഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മുഅ്മിനീങ്ങൾ ദീനിയായ ഉലൂമ് പഠിക്കും. ഇവിടുന്ന് പഠിച്ച കുട്ടി ഒരു ആലിമായി, ആ ആലിമ് മറ്റുള്ള ആളുകൾക്ക് ഇൽമു പഠിപ്പിക്കുമ്പോ അതിന്റെ ഒക്കെ കാരണം നമ്മുടെ മദ്രസയാണ്. ആ മദ്രസക്ക് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അതിന്റെ കൂലി ലഭിക്കും. ഇപ്പൊ നമ്മൾ ദീനിയായ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കും, ദീനിയായ ഉലൂമ് പറയുന്നു. ഇതൊക്കെ നമുക്ക് കിട്ടിയത് മദ്രസയിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നൊക്കെയാണല്ലോ. ഇതിന്റെ ഒക്കെ സവാബിന്റെ മിസില് നമ്മൾ ഈ രംഗത്തേക്ക് എത്താൻ ഏതെല്ലാം സ്ഥാപനം കാരണമായിട്ടുണ്ടോ, ആരെല്ലാം കാരണമായിട്ടുണ്ടോ, അവർക്കൊക്കെ ഇതിന്റെ ഒക്കെ കൂലി മിസിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ 6 അടി മണ്ണിന്റെ തായ് ഭാഗത്താണെങ്കിലും അവർക്ക് ഇതിന്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് വലിയൊരു അവസരമാണ്. നമ്മുടെ ഈ മാത്തായ പണി ഒരു ഹാജിന്റെ അടുത്ത് നിന്ന് ഒരു ഹാജി തൽക്കാലം കടം തന്നിട്ട് പണി അങ്ങ് നടക്കട്ടെ എന്ന് അല്ലാഹു ഹാജിക്ക് അല്ലാഹു ഖൈറും ബറക്കത്തൊക്കെ ഏറ്റി കൊടുക്കട്ടെ. ഖൈറും ഹലാലുമായ മുറാദുകൾ അല്ലാഹു ആശിരാക്കി. ഒരാണെങ്കിലും അങ്ങനെ പണി നടക്കട്ടെ, നമ്മൾ ദീനിന്റെ സ്ഥാപനല്ലേ, അത് ഉഷാറാകട്ടെ എന്നേരക്ക് തൽക്കാലം കടം കൊണ്ട് സഹായിക്കാൻ വലിയ സഹായം തന്നെയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പുണ്യ റമദാൻ പകുതിയാകുമ്പോഴേക്ക് ആ കടങ്ങൾ ഞമ്മക്കാണ്ട് വീട്ടണം. അതിനെന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരിമാരും റബ്ബിന്റെ പൊരുത്തം മാത്രം മുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതെന്റെ പ്രിയപ്പെട്ട നമ്മൾ സദഖ ചെയ്യുമ്പോ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, അല്ല ഭർത്താവിന് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, ഇങ്ങനെ നമ്മൾ കരുതിച്ചിട്ട് നമുക്കൊന്നും കുറയില്ല. എന്നാൽ അവർക്കുണ്ടായി, ഞമ്മക്കുണ്ടായി. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരിമാരെ നമ്മളൊക്കെ അകമൊഴിഞ്ഞ് കഴിവിന്റെ പരമാവധി എത്ര നൽകാൻ സാധിക്കുമോ അത്ര നൽകിയിട്ട് നാളെ ആഖിറത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടുണ്ടാക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹു തആലാനെ സൂക്ഷിക്കണം.
നാളത്തേക്ക് നിങ്ങൾ എന്താണ് മുന്തിച്ചത്, എന്താണ് നാളത്തേക്ക് തയ്യാറാക്കിയത് എന്ന് ഓരോ ശരീരവും ചിന്തിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. എന്നാൽ എൻ്റെ പ്രിയ മനസ്സ് അല്ലാഹു തആലയുടെ പൊരുത്തം മാത്രം മനസ്സ് കരുതിയിട്ട് പടച്ചവനെ ഇന്നാൻ എന്നെ ഇത്ര കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും, അത് ഞാനിതാ നിന്റെ പൊരുത്തത്തിന് വേണ്ടി നൽകുന്നു എന്ന നിനക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ സഹായിച്ചാൽ ആ കടമുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഏറ്റെടുത്ത് അത് വേണ്ടതൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരവസ്ഥയാണ് നമ്മുടെ മാലിന്യത്തിന് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. സംഭാവനകൾ ചെയ്തവരുടെയും ചെയ്യുന്നവരൊക്കെ സഹായം സംഭാവനകൾ അല്ലാഹു പരിപൂർണമായി അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മഹത്തുക്കളായ അസ്മാ ബദരീങ്ങളെ അസ്മാ പറഞ്ഞ അൽഹംദുലില്ലാഹ് ബദരീങ്ങളെ അസ്മാഇ ചൊല്ലിയ മജ്ലിസ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്തുകളിൽ നിന്ന് പല ഇനം സ്വലാത്തുകളും ചൊല്ലിയ മഹത്തായ മജ്ലിസാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ശഅബാന്റെ അവസാന സമയങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഖബൂലാക്കട്ടെ.